അനേകം പ്രതിസന്ധികൾ നാം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മറഞ്ഞിരിക്കുന്ന പ്രതിസന്ധിയെ മാറ്റിക്കളയുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. അവിടെ 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിക്കപ്പെട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതെ, ക്ഷണത്തിൽ നിവരത്തക്കവണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അനേക പ്രതിസന്ധികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കും. അതിനെ ഒരുപക്ഷെ നമുക്ക് അറിയുവാൻ കഴിയത്തില്ല, നമുക്കത് മനസ്സിലാകുവാൻ കഴിയത്തില്ല. കാരണം പലപ്പോഴും അവ്യക്തമാണ്. എന്നാൽ പലപ്പോഴും മാറുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളോട് ചേർന്ന് നടക്കുന്ന അനേക പ്രശ്നങ്ങളെ യേശു തൊട്ടാൽ അതിന് പരിഹാരം വരും. അതെ, 18 വർഷമായി മാറാൻ കഴിയാത്ത പ്രതിസന്ധി, അതിൻ്റെ കാരണം തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി ഒരു പക്ഷേ പ്രതീക്ഷയില്ലെന്ന് അവർ കരുതിയ നാളുകൾ. എന്നാൽ നിൻ്റെ പ്രശ്നം യേശുവിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും യേശു ആ പ്രശ്നത്തെ തിരിച്ചറിയുകയും ചെയ്താൽ ഏത് പ്രതിസന്ധിയെയും മാറ്റിമറിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. കാരണം എൻ്റെ യേശു അത്ഭുതത്തിൻ്റെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെയൊരു ഭാഗം കാണുവാൻ കഴിയും. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ച രക്തസ്രവക്കാരെത്തിയാകുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം വന്നു. അതെ, മറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ, അനർത്ഥങ്ങളെ, ആപത്തുകളെ മാറ്റിത്തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടുവാൻ നാം തയ്യാറായാൽ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ കഴിവുള്ള ദൈവശക്തി നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.